ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഒരു മാരേജ് വ്ലോഗ് ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ രാവിലെ എന്നെ കുട്ടും എന്നെ ബ്യൂട്ടി പാർലറിലോട്ട് കൊണ്ടുപോകും ആട്ടോ. ഇന്ന് ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ സാരി ഉടുക്കാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മിറാ വേൾഡ് ബ്യൂട്ടി പാർലറിലോട്ടാട്ടോ ഞാൻ പോയേക്കുന്നത്. ഈ ചേച്ചിയാട്ടോ എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയാക്കി തന്നെ. അങ്ങനെ ദാ ഈ ചേട്ടൻ എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ എൻ്റെ ഫേസിന് ചേരുന്ന രീതിയിലൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലും ആ ചേച്ചി എനിക്ക് സെറ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ആ ചേച്ചി എനിക്ക് ലൈറ്റായിട്ടൊരു മേക്കപ്പും കൂടി ചെയ്ത് തന്നായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നല്ല രീതിയിൽ എഴുതി തന്നു, എല്ലാം സെറ്റാക്കി തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അതിന് ശേഷം നമ്മൾ നേരെ വൈക്കത്തോട്ട് വിട്ടു കേട്ടോ. വൈക്കം അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയതാ ചെക്കനെ വെൽക്കം ചെയ്യുന്നൊരു സീനാട്ടോ ഞങ്ങളെ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് കവർ ചെയ്ത ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു കേട്ടോ അന്ന് അവിടെ വന്നേ. അപ്പോൾ അതിലായിട്ടിനൊക്കെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ അതാ താലികെട്ടിൻ്റെ മുഹൂർത്തമായി. ഈ ചേച്ചിയുടെ മുടി പൊക്കി കൊടുക്കേണ്ട ചടങ്ങ് ചെയ്യേണ്ടത് ഞാനായിരുന്നു കേട്ടോ. അവൻ്റെ ഒരേ ഒരു പെകളായിരുന്നു ഞാൻ. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം കാര്യം നല്ല ഭംഗിയായിട്ട് നടന്നു. കുരവിടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനോട് അറിയില്ലായിരുന്നു. ഉള്ളവരെയൊക്കെ വെച്ച് കുരവിട്ട് വന്നപ്പോൾ ഇങ്ങനെയായി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചടങ്ങെല്ലാം തീർന്നു, താലികെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളൊരു ചടങ്ങായിരുന്നു സിന്ദൂരം തൊടൽ. അതും ഇത് പൊക്കി കൊടുക്കേണ്ട ഞാനായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അപ്പോൾ ഞാൻ വീണ്ടും ഓടി വന്ന് അതൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലോട്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ കുരുപ്പാണേ. ഇവന് കുട്ടൂനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടുപാവനെ മതി, വേറെ ആരും അവർക്ക് വേണ്ട. അങ്ങനെ ഫുൾ ടൈം കുട്ടൂൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയമൊക്കെ എത്തിയതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല സദ്യയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാൾക്ക് ശേഷമായിരുന്നു ഞാൻ സദ്യയൊക്കെ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ റിസപ്ഷനിലുള്ള റെഡി ആവലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ കോഴിക്കോട് നിന്ന് അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിസപ്ഷൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.